വീട്ടിലെ കട്ടിൽമ ഇങ്ങനെ കിടക്കാണ്. കട്ടിൽമ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു, വഅലൈക്കും അസ്സലാം. ആരോടൊപ്പം ഈ വഅലൈക്കും അസ്സലാം എന്നല്ല, നമ്മൾ പള്ളിക്കാട്ടേക്ക് സലാം പറയുന്നത് അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറയലുള്ളത്. ഇതിപ്പോൾ വഅലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത്? വല്ല പിടുത്തമുണ്ട്? ഒരു പിടുത്തമില്ല. ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡിക്ക് ചെരുക്ക് വരണല്ലോ, അപ്പുറത്തെ സൈഡിക്ക്, വീടിന്റെ അപ്പുറത്തെ സൈഡിക്ക് വരണം. അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളരണ മൂലക്ക് എത്തിയപ്പോ ഇയാൾ അവിടെ കുഴഞ്ഞു വീണ് പിന്നാട് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ കൂടി ഇയാളെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുന്നു. അപ്പൊ ശൈഖുന വീണ്ടും പറയുന്നുണ്ട്, അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയൂ, നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയൂ. എല്ലാവരും പോകുന്നത്. ഓ, ആര് പോയാലും ഈ മൂലക്കെത്തി അവിടെ കുഴഞ്ഞു പോകും. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയും. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ ശൈഖുന വഅലൈക്കും അസ്സലാം, അവർ പോയി നോക്കി. അപ്പൊ ഇയാള് ചോദിച്ചു, ആരെ പോയി? അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നു. ഇയാള് ഇപ്പൊ ഒരു പാടു ജായിലല്ല, ഇയാൾക്ക് എന്തു ചോദിക്കല്ലോ, നമ്മളെ മാതിരിയല്ല. അയാൾ ചോദിച്ചു, അതിപ്പോ ആരായിരിക്കും ആ പട്ടാളക്കാർ പറഞ്ഞാല്? അപ്പൊ ശൈഖുന പറഞ്ഞത് ജിബ്രീലും മീകായിലുമായിരുന്നു.